മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളോട് ഒരു ഹാപ്പി ന്യൂസ് മിസ്സിന് ഷെയർ ചെയ്യാനുണ്ട്. അതിന് മുൻപായിട്ട് ഇപ്പം എൻ്റെ മക്കളെല്ലാവരും ഏകദേശം ഒരു ട്രാക്കിലൊക്കെ കയറിയിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ തീരുമോ, എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ കിട്ടുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഏകദേശം നമ്മൾ ആ ഒരു ട്രാക്കിലേക്കൊക്കെ കയറി നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ലെവലിൽ എത്തി നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സഡൻ സ്റ്റോപ്പ് പോലെ നമ്മുടെ മുന്നിലേക്ക് ഓണം എക്സാം വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഓണം എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാകും, ഓണം എക്സാം അല്ലേ, ഇപ്പം എന്തിനാ അതിനു വേണ്ടി പഠിക്കണേ, ഇതിലെ മാർക്ക് ആരും കൗണ്ട് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? നമുക്ക് ഇതിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും ആരും അറിയാനൊന്നും പോകുന്നില്ല. നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്മസ് എക്സാമിനാണ്, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനാണ്. പബ്ലിക് എക്സാമിൻ്റെ മാർക്സാണ് സർട്ടിഫിക്കറ്റിലൊക്കെ വരിക. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ് അല്ലേ? ഇതിലാണെങ്കിൽ നമ്മൾ ഇത്ര സീരിയസ്നെസ് എടുക്കേണ്ട കാര്യമില്ല, കാരണം കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിതിപ്പോൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെയുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ ഭാരം കുറച്ച് കുറയും അല്ലേ? നിങ്ങളൊരു തവണ പഠിച്ചു, റിവൈസ് ചെയ്തു, എക്സാം എഴുതി. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലാതെ ഇതിൽ കുറേ മാർക്ക് വാങ്ങി കൂട്ടാന്നുള്ളതല്ല. നമ്മളത് നന്നായിട്ട് പഠിക്കണം. നമുക്കത് പഠിച്ചത് എഴുതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എക്സാമിലൂടെയാണ് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓണം എക്സാം നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന നിങ്ങളുടെ ഓണം എക്സാം നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലപോലെ പഠിക്കണം അല്ലേ? അപ്പം നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ +1 ബാച്ചായിട്ടുള്ള അഗ്നി ബാച്ചിലും +2 ബാച്ചായിട്ടുള്ള ഒരേ ബാച്ചിലും ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജൂലൈ 31 നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 rupees റിഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ജൂലൈ 31 മുൻപാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഓഫ് ആയിരിക്കും. അതായത് നമ്മുടെ ആക്ച്വലി ബാച്ച് ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4999 ആണ്. പക്ഷേ ഇപ്പോൾ ഓണം എക്സാം ആവാറായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ വെക്കുന്നത്, അതായത് നിങ്ങൾക്ക് 3999 ഇപ്പം നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഓഫർ ജൂലൈ 31 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ +1 ബാച്ചിലും +2 ബാച്ചിലും ഈ ഒരു ഓഫർ ഉണ്ട്. അത് മാത്രമല്ല, ഈ ജൂലൈ 31 മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 rupees ഓഫ് ഉണ്ട്. അത് കൂടാതെ ജൂലൈ 28 ഓൺവേർഡ്സ് നമ്മുടെ ബാച്ചിൽ നമ്മൾ ഷോർട്ട് നോട്ട് മാരത്തൺ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലൈവ് ക്ലാസ്സിലൂടെ റിവൈസ് ചെയ്യണം ചാപ്റ്റേഴ്സ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കൂടെ വേണം. പിന്നെ നമ്മുടെ ബാച്ചിലുള്ള ലൈവ് ക്ലാസ്സും PDF നോട്ട്സും വർക്ക്ഷീറ്റ്സും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മക്കളെ, ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ജൂലൈ 31 മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ള മക്കളെല്ലാം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.